എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തെത്തിയില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് ബിരിയാണി തന്നെ ആയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബിരിയാണിയിൽ അവസാനം ലെയർ ചെയ്യുമ്പോൾ ചേർക്കാനുള്ള സവാളയാണ് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു സവാളയാണ് ഇപ്പോൾ വറുത്തെടുത്തത്. അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഈ പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫിഷ് ബിരിയാണിക്ക്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കോൺഫ്ലവറുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് ഇത് പുരട്ടി വയ്ക്കാം. ഞാൻ നെയ്മീനാണ് എടുത്തത്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഈ തവയിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 വലിയ കഷ്ണം നെയ്മീനാണ് എടുത്തത്. നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇത് ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ 2 വശവും പാകത്തിന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിൽ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് കളയണ്ട. ഇതിനാവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. മീൻ വറുത്തെടുത്ത എണ്ണയാണ് കടായിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇതിന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 6 പച്ചമുളക് ചതച്ചതുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ആദ്യം ഈ തക്കാളി
നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാകും. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. മീൻ കഷ്ണങ്ങളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർക്കാം. 6 നെയ്മീൻ കഷ്ണങ്ങളാണ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഓരോ മീൻ കഷ്ണത്തിന് മുകളിലായിട്ടും ഇതുപോലെ ഈ മസാലയൊന്ന് ആക്കി വയ്ക്കാം. ഈ ഒരു മസാലയിൽ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫിഷ് മസാല റെഡിയാകും. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിലും 1 ടീസ്പൂൺ നെയ്യുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ കഷ്ണം പട്ടയും 4 ഗ്രാമ്പൂവും 4 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് ഇളക്കി അരിയൊന്നും പൊടിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് 5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരല്പം നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ചേർത്തത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. അരി കുറച്ചുകൂടി വെന്ത് വരാനുണ്ട്. അതുപോലെ വെള്ളവും കുറച്ചൊന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഈ ബിരിയാണി ലെയർ ചെയ്തെടുക്കുന്ന പാത്രത്തിൽ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാലയിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ചോറ് നിരത്താം. തയ്യാറാക്കിയിട്ടുള്ള ചോറിൽ നിന്നും പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചോറൊക്കെ നിരത്തിയ ശേഷം അതിന് മുകളിലായിട്ട് അല്പം പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാനം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. കുറച്ച് ഗരം മസാല കൂടി മുകളിലൊന്ന് വിതറിയിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഞാനിത് വിട്ടുപോയതാണ്. അതിനുശേഷം നമുക്ക് ഫിഷ് മസാലയുടെ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാലയൊക്കെ ചേർത്ത ശേഷം വീണ്ടും മുകളിലായിട്ട് ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് കൂടി നിരത്താം. ചോറ് മുഴുവൻ നിരത്തിയ ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയ മിക്സും കൂടെ ചേർക്കണം. കുറച്ച് ഗരം മസാല ചേർക്കാം. ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം നെയ്യും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ നെയ്യ് ഇടയ്ക്കൊന്നും ലെയറിൽ ചേർത്തിട്ടില്ല.
കുറച്ച് മല്ലിയിലയും പുതിനയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കണം. ഇത് നന്നായിട്ട് അടച്ച് വെച്ച ശേഷം ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ബിരിയാണി പാത്രം വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് ഈ ചോറൊന്ന് നന്നായിട്ട് ഈ മസാലയുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മീൻ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഈ മീൻ കഷ്ണങ്ങൾ ഈ പാത്രത്തിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ ചോറൊന്ന് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണിത്. നമ്മുടെ ചാനലിൽ ചിക്കൻ ബിരിയാണിയുടെയും ചെമ്മീൻ ബിരിയാണിയുടെയും മുട്ട ബിരിയാണിയുടെയും ഒക്കെ ഒരുപാട് റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.